ഹായ് ഹലോ. അതെ, ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ എനിക്കിവിടെ ഒരു ലെറ്റർ വന്നിട്ടോ. അബ്ദുൽ സലീം പുളിയരിക്കുന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്രസ്സിൽ. ഇതെങ്ങനെ എനിക്ക് അയക്കാതെ എൻ്റെ ഇക്കാക്കക്ക് അയച്ചു എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ ഒരു ഞായറാഴ്ച വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, രാവിലെ നേരത്തെ എണീച്ചു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നതാണ്, ഒരു വീക്കെൻഡ് ആകുമ്പോൾ കുറച്ച് നേരം കടന്ന് ഉറങ്ങിക്കൂടെയെന്ന്. പക്ഷെ അങ്ങനെ ഉറങ്ങാൻ പറ്റൂല. ഉറങ്ങി ഞാൻ എന്തായി ഈ നേരത്തെ എണീക്കുന്ന ഒരു പ്രോസസ്സിനോട് ഭയങ്കര യൂസ്ഡായി. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ജസ്ന സലീമിന് വന്ന ഊമക്കത്ത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്നു. ഇപ്പോൾ ഒരു കത്തൊക്കെ കണ്ടപ്പം ഈ ഒരു കാലത്ത് ഈ ഒരു ഇതിൽ കത്തൊക്കെ അയക്കുമോ, കത്തൊക്കെ കിട്ടുമോ, എനിക്കൊന്നും എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു കത്തൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ കരുതി ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ ഈ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാമെന്ന് കരുതി. വീഡിയോ ഫുള്ള് ഇങ്ങനെ കണ്ട സമയത്ത് ഞാൻ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് കണ്ട് ഞാനിത് ഇങ്ങനെയായി. അപ്പം ഞാൻ കരുതി കാണാത്ത ആരെങ്കിലും എൻ്റെ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവരും കൂടെ കണ്ടോട്ടെ എന്ന് കരുതി. അപ്പം നമുക്ക് ആദ്യം എന്താണ് ജസ്ന ചേച്ചി പറയുന്നത് നോക്കാം. ഈ കത്ത് ജസ്ന ചേച്ചീൻ്റെ പേരിലല്ല വന്നിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ പേരിലാണ്. അപ്പം ഹസ്ബൻഡിന് എഴുതിയ കത്താണോ? ഭയങ്കര കൗതുകത്തോടുകൂടെയും ഭയങ്കര ആകാംക്ഷയോടുകൂടെയും. കാരണം എൻ്റെ കാക്കക്ക് അങ്ങനെ പൊതുവേ കത്തൊന്നും വരാറില്ല. ഇപ്പം കാക്ക ഗൾഫിലായി തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷമായി. അപ്പോൾ 7 വർഷത്തിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ആരും കത്തയക്കാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്ക് വരാറ് ഓരോരോ മറ്റേ ഒന്നെങ്കിൽ സമൻസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്രകാരം എവിടെയെങ്കിലും ഹാജരാവാനോ അങ്ങനത്തെ പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വരാറുള്ളത്. അപ്പോൾ ഇക്കാക്കക്ക് വന്ന സമയത്ത് പോസ്റ്റ്മാൻ കത്തിൻ്റെ ഒരു ബിൽഡപ്പ് അങ്ങ് ഇത് എക്സാക്ട്ലി 5 മിനിറ്റുള്ള വീഡിയോ ആണ്. ഒരു കത്തുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു പകുതി ഭാഗവും ബിൽഡ് ചെയ്ത് എൻ്റെ കാക്കയ്ക്ക് വന്ന കത്താണ്. ഇതിപ്പോൾ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇത് സമൻസ് അല്ല, അല്ലെ വേറെ തരത്തിലുള്ള കത്തോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്തുകൊണ്ടാണ് എൻ്റെ കാക്കയ്ക്ക് എഴുതേണ്ട കത്ത് എനിക്ക് എഴുതിയത്? അപ്പോൾ ചില ആൾക്കാരൊക്കെ കരുതും നിൻ്റെ കാക്കാനോട് നിന്നെ പറ്റിയുള്ള ലീലാവിലാസങ്ങൾ അവിടെ അറിയിക്കാൻ വേണ്ടി എഴുതിയ കത്തായിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ കുറേ പ്രൂഫ് കാര്യങ്ങൾ കാണിക്കുന്ന കത്തായിരിക്കും, അല്ലെ ചില ആൾക്കാർ കരുതും നിന്നെ തെറി വിളിച്ചിട്ടുള്ള കത്തായിരിക്കും. പക്ഷെ ഭയങ്കര എന്താ പറയുക, 5 മിനിറ്റ് ആൾക്കാരെ ഇരുത്തുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി കരുതും ഈ പെണ്ണുപിള്ളേൻ്റെ വീഡിയോ കാണേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താണ് എന്ന് തോന്നുന്നുണ്ടാവും. ഞാൻ കണ്ടു. നമ്മളിപ്പോൾ ഒരു ടോപ്പിക്കിലല്ല ഒരാളെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്ന് കരുതി നമ്മൾ അവരെ ഹൈറ്ററൊന്നുമല്ല. നാളെ അവർ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് തന്നെ നമ്മൾ പറയും. അപ്പോൾ നമുക്ക് നോക്കാം കത്ത് എന്താണ്. വന്ന സമയത്ത് പോസ്റ്റ്മാൻ എന്നെ ഒരു കൗതുകം പോലെ ഇത് അബ്ദുൽ സലീം എന്ന് തന്നെ അല്ലേ എന്ന് 100 പ്രാവശ്യം എന്നോട് ചോദിച്ചു. അപ്പോൾ അപ്പം തന്നെ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അന്നപ്പം തന്നെ പൊട്ടിച്ചു നോക്കി. അപ്പോഴാണിത് പ്രിയപ്പെട്ട ജസ്നയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. അപ്പം ഇതെന്തുവാണെന്ന് ചില ടോപ്പിക്കൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനെപ്പറ്റി അധികം സംസാരിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും എന്താ ഇപ്പോൾ പറയുക എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ടോപ്പിക് പ്രസൻറ്റേഷൻ പറ്റിയ പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം ഒരു വിഷയത്തെ എങ്ങനെയൊക്കെ വലിച്ച് നീട്ടി കത്തി കയറി ഇന്നെങ്ങാനും പറയോ ഫൈനലി. അപ്പം ഇതെന്തുവാണെന്ന് ചോദിച്ചാൽ ഞാൻ വായിക്കാൻ നിൽക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? എന്തെങ്കിലും അവിടെയും ഇവിടെയും മിസ്റ്റേക്ക് വന്നാൽ ഇനിയൊക്കെണ്ടാവൂല എയറിൽ കയറാൻ. സ്വന്തം കഴിവിനെ പറ്റി നല്ല തിരിച്ചറിവുള്ളത് ഇന്നും നല്ലതാണ്. ഈ ഒരു തിരിച്ചറിവ് മതി എന്ന് തോന്നുന്നു യൂട്യൂബിൽ കാണിച്ചു കൂട്ടുന്ന ഈ മാഞ്ഞാളങ്ങൾ നിർത്തി നല്ലൊരു ബ്ലോഗർ ആവാൻ. അപ്പം ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇത് ആരാ എനിക്ക് അയച്ചത് എന്ന് എനിക്കറിയില്ല. ഫ്രം അഡ്രസ് ഇല്ല. ഈ വീഡിയോ കാണുന്ന എന്നെ റെഗുലറായിട്ട് അറിയാവുന്ന ആരോ ആണ് എനിക്കിത് അയച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്തും കൂടിയുമാണ് ഞാൻ പറയുന്നത് ഈ കത്ത് എനിക്ക് കിട്ടിയിട്ടോ. അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇനി ഇതെന്താ സംഭവം എന്നുള്ളതാണ് അതിനെക്കാട്ടിലും വലിയ രസമായത്. ബൈബിളിലത്തെ വചനങ്ങളാണ്. എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്കറിയില്ല. മുസ്ലിം മതത്തിൽ നിന്ന് മാറി ഹിന്ദു മതത്തിൻ്റെ ഒരു ടച്ച് കൊടുത്ത് പിന്നെ മതമേ ഇല്ല എന്ന് പറയുന്ന ജസ്നേനെ ക്രിസ്ത്യൻ മതത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഏർപ്പാടാണോ അറിയില്ല. നമ്മൾ ചിലപ്പോൾ സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചില ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി
നമ്മുടെ മുമ്പിൽ വന്നിട്ട് അവരുടെ പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് തരും, വായിച്ചു നോക്കൂ, താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കയറാമെന്ന് പറഞ്ഞാൽ അതിങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയാണോ? എനിക്ക് വായിച്ചു നോക്കിയതിൽ എനിക്ക് മനസ്സിലായത് എന്തും ക്ഷമയോടെ കാത്തിരിക്കൂ എന്നുള്ള ഒരു കാര്യമാണ്. എന്തൊരു പ്രതിസന്ധി വന്നാലും ക്ഷമയോടെ കാത്തിരുന്നാൽ നമുക്കതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സക്സസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്നുള്ളതാണ് എനിക്കിതിലൂടെ മനസ്സിലായത്. ഇത് അറിയാവുന്നവർക്കറിയാം, ബൈബിള് വായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ കാരണം നമ്മൾ ബൈബിളൊന്നും വായിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കത് വാച്ച് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ ഇപ്പോൾ കാണിച്ചാൽ ഇത് മിററായിട്ടാണ് നിങ്ങൾക്ക് കാണുക. താങ്ക് യു, ഗോഡ് ബ്ലെസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്കിതിൽ പറഞ്ഞൊരു ഡയലോഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാത്തു നിന്നാൽ എപ്പോഴെങ്കിലും ഒരു സക്സസ്സിലോട്ട് എത്തും എന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ജേർണി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു സാധനമാണ്. ഞാൻ ഒരിക്കലും ഒരാൾ തുടങ്ങിയത് കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്യുന്ന ഒരു സാധനമല്ല. എനിക്കിപ്പോൾ പറയാമല്ലോ, എനിക്കിപ്പോൾ ഈ ഒരു പ്രായത്തിലും ഞാനിപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇവിടെ എൻ്റെ ഏട്ടനോട് ചോദിച്ചാൽ കറക്റ്റ് പറയും. അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാനെപ്പോഴും സംസാരിച്ചാൽ ചെയ്യുക. ഏട്ടൻ എന്നിട്ട് മേലേന്ന് പറയും, നീ ആരോടാ സംസാരിക്കുന്നത്, നിൻ്റെ ഇതൊന്നും ഞങ്ങൾക്കാർക്കും കേൾക്കണ്ട, അല്ലെങ്കിൽ നിൻ്റെ ഇത് കേൾക്കാൻ ആരും നിൽക്കുന്നില്ല എന്നൊക്കെ എന്നെ തമാശയ്ക്ക് പറയലുണ്ട്. അപ്പം എനിക്കിത് ഭയങ്കര എൻ്റെ പാഷനായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഐ തോട്ട് ജാനുവരി 2024 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ 1 ഇയർ ഓഫ് ജേർണിയാണ് യൂട്യൂബിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാലമൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഈ വർക്കിൻ്റെ ഇടയിൽ യൂട്യൂബും അതിൻ്റെ കൂടെ ഷോർട്സും എഡിറ്റിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ഹെക്റ്റിക്കാണ്. ഭയങ്കര ഹെക്റ്റിക് എന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് കറൻ്റ് ഹെക്റ്റിക്കാണ്. രാവിലെ പോയി രാത്രി വരുന്ന ഞാൻ ഈ വീഡിയോസ് എങ്ങനെ എടുക്കുന്നു, എങ്ങനെ എഡിറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും റീച്ച് ഉണ്ടായിരുന്നു, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു, കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സക്സസ്സിലോട്ട് എനിക്ക് എത്തിയിരുന്നില്ല. ചില സമയങ്ങളൊക്കെ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം തോന്നും. നമ്മൾ അടുപ്പിച്ച് വീഡിയോ ഒക്കെ ഇടുമ്പോൾ 100-200 വ്യൂ ഒക്കെ കാണുന്ന സമയത്ത്. ബട്ട് ലേറ്റർ ഓൺ എനിക്ക് മനസ്സിലായി, ക്ഷമയോടുകൂടി നിൽക്കുക, വൺസ് നമ്മൾ സക്സസ്സിലോട്ട് എത്തും എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനൊരു പോസിറ്റീവ് മെസ്സേജ് ജസ്ന സലീമിനെ കൺവേ ചെയ്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബട്ട് എനിക്ക് ഈ മെസ്സേജ് ഭയങ്കര അടിപൊളിയായി തോന്നി. എൻ്റെ ലൈഫായിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണത്. എന്താ വെച്ചാൽ ഞാൻ ഒരു മതവിശ്വാസി മാത്രമല്ല, ഞാനൊരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ എല്ലാ മതത്തിനെയും വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കിങ്ങനൊരു ബൈബിളിൻ്റെ അയച്ചു തരിക എന്ന് പറയുമ്പം അവരെന്തോ പ്രിൻ്റായിട്ട് എടുത്തിട്ട് അയച്ചു തന്നതാട്ടോ. അവർ എഴുതിയതും കാര്യങ്ങളൊന്നുമല്ല. ഇങ്ങനെ പോസ്റ്റ് ഇതെടുത്തിട്ട് അതിൽ പ്രിൻ്റ് എടുത്തതാണെന്ന് തോന്നുന്നു. ഏതോ ആളാരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് കിട്ടിയിട്ടുണ്ട്. എനിക്കിതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് വായിച്ചെടുത്തോളം മനസ്സിലായൊരു സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അവൾ ഭയങ്കര ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ബട്ട് ഐ ഹാവ് ടു കൺഗ്രാജുലേറ്റ് ജസ്ന സലീം. ഈ ഒരു കുഞ്ഞു കണ്ടൻറ്റ് വലിച്ചു നീട്ടി 5 മിനിറ്റ് ആക്കാൻ പറ്റിയതിൽ യു ആർ ജസ്റ്റ് ഗ്രേറ്റ്. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ ഇപ്പം തീരും. കാരണം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് നെക്സ്റ്റ് വാക്കിലോട്ട് പോകാൻ വേണ്ടി ഷീട്ടു ഒരുപാട് സമയം. അപ്പം ഞാൻ റാൻഡംലി കണ്ടപ്പം ഇങ്ങനെ വെറുതെ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. എന്തൊക്കെയാണ് എല്ലാവരുടെ അവസ്ഥ? സുഖമാണോ? എങ്ങനെയുണ്ട്? മഴ ഉണ്ടോ? ഇവിടെ നല്ല മഴയാണ്, നല്ല തണുപ്പാണ്. ഫുൾ ടൈം സെറ്ററിൻ്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ഐ ആം ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. ഹോപ്പ് നിങ്ങളെല്ലാവരും അടിപൊളിയായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.